ഞാനിപ്പോൾ ഇറാഖിലെ ബസ്രയിലാണുള്ളത്. നാം കേട്ടിട്ടുണ്ട് ബസ്രയെക്കുറിച്ചുകൊണ്ട്. പ്രധാനമായും നാം കേൾക്കാറ് ഹസനുൽ ബസരി എന്ന് പറയുമ്പോഴാണ് ബസ്ര നമുക്ക് ഓർമ്മ വരിക. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയുടെ ചാരത്തേക്കാണ് നീങ്ങുന്നത്. അതിൻ്റെ പരിസരത്തുള്ള വലിയ ഒരു ഖബർസ്ഥാനിയാണ് ഈ കാണുന്നത്. ഇത്രയും വലിയ ഖബർസ്ഥാനി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രയും വിശാലമാണ് ഇവിടുത്തെ ഖബർസ്ഥാൻ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. മഹാനായ ഹസനുൽ ബസരിയെക്കുറിച്ച് നാം ധാരാളം ചരിത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ വഅദുകളിലൂടെയുമെല്ലാം കേട്ടതാണ്. ധാരാളം കറാമത്തിൻ്റെ ഉടമയായ താബികൾ പ്രധാനിയായ ഒരാളാണ് ഹസനുൽ ബസരി റഹിമഹുല്ല. ഒരിക്കൽ ഹസനുൽ ബസരി റഹിമഹുല്ലയുടെ അരികിലേക്ക് ധാരാളം പേർ വന്ന് പരാതി പറയാറുണ്ട്. ഒരാൾ വന്ന് പറഞ്ഞു, എനിക്ക് കുട്ടികളില്ല, അതിനുവേണ്ടി എന്താണ് പരിഹാരം? ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞു, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാൻ. മറ്റൊരാൾ വന്ന് പറഞ്ഞു, ധാരാളം കടമുണ്ട്, അപ്പോഴും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനാണ് ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞു കൊടുത്തത്. മറ്റൊരാൾ വന്ന് പറഞ്ഞു, കൃഷിയിൽ വളരെ പ്രയാസമാണ്, വർധനവില്ല, ഐശ്വര്യമില്ല, അപ്പോഴും ഇസ്തിഗ്ഫാർ ചെല്ലാനാണ് മഹാനായ ഹസനുൽ ബസരി പറഞ്ഞത്. ഒരാൾ പറഞ്ഞു, നാട്ടിൽ മഴയില്ല, അപ്പോഴും പരിഹാരം പറഞ്ഞത് ഇസ്തിഗ്ഫാർ ചെല്ലാനാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനാണ് ഹസനുൽ ബസരി റഹിമഹുല്ല പറഞ്ഞത്. മഹാൻ്റെ മക്ബറയാണ് ആ കാണുന്ന പള്ളിയുടെ ഉള്ളിൽ. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസ് അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. ഇതിൻ്റെ പരിസരത്തൊക്കെ ഉള്ള ഖബറുകളാണ്, വിശാലമായ ഖബർസ്ഥാനെയാണ് ആ കാണുന്നതെല്ലാം. അള്ളാഹു അവരുടെയൊക്കെ ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടട്ടെ. ഇവിടെ പള്ളിയുടെ പരിസരത്ത് ഒരു ബോർഡിൽ എഴുതിയത് കാണാം, അൽ ഇമാമുൽ ഹസനുൽ ബസരി വ മുഹമ്മദ് ബിനു സിരീൻ റളിയല്ലാഹു അൻഹു. ഇൻഷാ അല്ലാഹ് അവരുടെ മക്ബറയിലേക്കാണ് നീങ്ങുന്നത്. ഇവിടത്തേക്ക് ഖബറിൻ്റെ പരിസരത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കെട്ടിപ്പൊക്കിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും വിശാലമായ ഈ മക്ബറയുടെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടുത്തെ എല്ലാ ഖബറിൻ്റെയും മീസാനുകളിൽ എഴുതിയത് കാണാം, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അതുപോലെ തന്നെ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി എന്നെല്ലാം എഴുതി കാണാം. ഇൻഷാ അല്ലാഹ് ഹസനുൽ ബസരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മക്ബറയാണ് ഈ കാണുന്നത്. അദ്ദേഹം ഇമാമുസ് സാഹിദ് ആണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. മഹാനവരുടെ ഹദറത്തിലാണ് ആളുകൾ വരുമ്പോൾ എന്ത് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വേണ്ടി പറയാറുള്ളത്. അള്ളാഹു നമ്മുടെ സിയാറത്തിനെ കബറിലാക്കട്ടെ.